أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറെ പ്രിയമുള്ള വെളിച്ചം പഠിതാക്കളെ, പരിശുദ്ധ ഖുർആനിൻ്റെ 42-ാം അധ്യായം സൂറത്തു ശൂറയിലെ 44 മുതലുള്ള വചനങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം പഠനവിധേയമാക്കുന്നത്. 44-ാം വചനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ വലിയ്യിൻ മിൻ ബഅദിഹി. അള്ളാഹു ഏതൊരുവനെ വഴിപേവിലാക്കിയോ അവന് പിന്നീട് യാതൊരു രക്ഷാകർത്താവും ഇല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ ആശയം? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ശുദ്ധ പ്രകൃതിയിൽ സൃഷ്ടിച്ചു. വിജ്ഞാനം നേടാൻ പറ്റുന്ന ശാരീരിക ഘടന അവന് പ്രദാനം നൽകി. പ്രവാചകന്മാരെ നിയോഗിക്കുകയും അവർക്ക് നേർമാർഗം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ ധിക്കാരവും തമ്മാടിത്തവും കാരണമായിക്കൊണ്ട് അവർ പ്രവാചകന്മാരെ ധിക്കരിക്കുകയും ഭൂമിയിൽ മറ്റുള്ള ആളുകളെ ആരാധ്യന്മാരായി രക്ഷാകർത്താക്കളായി സ്വീകരിക്കുകയും ചെയ്യും. ഇങ്ങനെ തങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമായി അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ സീല് വെക്കുകയും അതിലേക്ക് വെളിച്ചം കടന്നു കയറാത്ത സാഹചര്യം രൂപപ്പെടുകയും ചെയ്യും. അങ്ങനെ വഴിപിഴവിലായി പോയിട്ടുള്ള ആളുകൾക്ക് ദുനിയാവിലോ നാളെ പരലോകത്തോ മറ്റൊരു രക്ഷാകർത്താവിനെ കണ്ടെത്താനോ അതിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാനോ സാധിക്കുകയില്ല എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ അധപതനത്തിൽ പെട്ടുപോയ ആളുകൾ അവർ നാളെ പരലോകത്ത് വരുന്ന രംഗത്തെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. വതറൽ ളാലിമീന ലമ്മാ റഅഉൽ അസാബ യഖൂലൂന ഹൽ ഇലാ മറദ്ദിൻ മിൻ സബീൽ. അക്രമികളായ ആളുകൾ അവർ ആ ശിക്ഷയെ കാണുന്ന അവസരത്തിൽ പറയുന്നതായി ഇപ്രകാരം നിനക്ക് കാണാം: ഒരു തിരിച്ചുപോക്കിന് വല്ല മാർഗവും ഉണ്ടോ എന്നോ. ഒരു വല്ലാത്ത ചോദ്യമാണത്. ഹൽ ഹില മറദ്ദി മിൻ സബീൽ. യഥാർത്ഥത്തിൽ തിരിച്ചുപോക്കിന് യാതൊരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് മനുഷ്യജീവിതത്തിൻ്റെ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ. ആലമുൽ അർവാഹിൽ നിന്ന് റബ്ബിൻ്റെ അടുക്കൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്ന ആളുകളാണ് നമ്മളെല്ലാവരും. പിന്നീട് ഭൂമിയിൽ ഒരു നിശ്ചിതമായ അവധി വരെ ജീവിക്കുന്നു. ആ ഭൂമിയിൽ ജീവിക്കുന്ന കാലയളവാണ് യഥാർത്ഥത്തിൽ പിന്നീടുള്ള അവൻ്റെ ഭാവി തീരുമാനിക്കപ്പെടുന്നത്, അവിടെയുള്ള കർമ്മങ്ങളും. എന്നാൽ ആ ഭൂമിയിൽ നിശ്ചയിക്കപ്പെട്ട അവധി അവസാനിക്കുന്നതോടുകൂടി അവൻ അടുത്ത ഒരു ലോകത്തേക്ക് നീങ്ങുകയാണ്, ബർസഖിലേക്ക്, അതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക്, വിചാരണയിലേക്ക്, പ്രതിഫലത്തിലേക്ക് അവൻ നീക്കപ്പെടുകയാണ്. പിന്നീട് ഒരു റിവേഴ്സ്, ഒരു തിരിച്ചുപോക്ക് ഈ കാര്യത്തിലില്ല. അത് വിശ്വാസികൾക്കാണെങ്കിലും അവിശ്വാസികൾക്കാണെങ്കിലും കർമ്മ മേഖല അവസാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ബോധം നാളെ പരലോകത്ത് നിന്ന് ഉണ്ടാകേണ്ടതിന് പകരം ഈ ഒരു അവസരത്തിലാണ് നമുക്കുണ്ടാകേണ്ടത്. കർമ്മങ്ങൾ പ്രവർത്തിക്കണം, ഒരു തിരിച്ചുപോക്കിനുള്ള അവസരം എനിക്കില്ല, നഷ്ടപ്പെട്ട ദിനരാത്രങ്ങളെല്ലാം നഷ്ടപ്പെട്ടത് തന്നെയാണ് എന്നുള്ള ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ അടുത്ത ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അക്രമികളായ ആളുകൾ എത്തിപ്പെടുമ്പോൾ നാമും അവരിൽ ഉൾപ്പെട്ടു പോകും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു 45-ാം വചനത്തിലൂടെ അള്ളാഹു പറയുകയാണ്: വതറാഹും യുറലൂന അലൈഹ ഖാശിഈന മിനദ്ദുല്ലി. നിന്ദ്യത നിമിത്തം വിനയപ്പെട്ട് ഭക്തി കാണിക്കുന്നവരായ നിലയിൽ നരകത്തിൻ്റെ അടുക്കൽ അവർ പ്രദർശിപ്പിക്കപ്പെടുന്നതായി നിനക്ക് കാണാം. യഥാർത്ഥത്തിൽ ഈ ഒരു ഭക്തി നേരത്തെ അവർ കാണിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഇതുപോലെയുള്ള ഒരു പര്യവസാനം സംഭവിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അവർ അത് കാണിക്കാത്തത് കൊണ്ട് തന്നെ അവർ ഇന്ന് നരകത്തിൻ്റെ അടുക്കൽ അപമാനിക്കപ്പെട്ട ആളുകളായിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് ഉള്ളത്. അത്തരം ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെടുന്ന സമയത്തോ യൻളുറൂന മിൻ ത്വറഫിൻ ഖഫിയ്യിൻ, അവർ ഗോപ്യമായ ഒരു ദൃഷ്ടിയിലൂടെ അവർ നോക്കുന്നതാണ്. അഥവാ ശരിക്കും കണ്ണ് തുറക്കാൻ സാധിക്കാതെ അപമാനഭാരത്താൽ
വ്യസനം നിമിത്തം അവർ ഇടക്കണ്ണിട്ട് നോക്കുന്നതായി അള്ളാഹു പറയുകയാണ്. അത്തരത്തിൽ തല ഉയർത്താൻ പോലും കഴിയാത്ത, നേരെ നോക്കാൻ പോലും കഴിയാത്ത അപമാനഭാരത്തിലായിരിക്കും അവർ നാളെ ഒരുമിച്ച് കൂട്ടപ്പെടുക. ഈ സമയത്ത് സത്യനിഷേധികളായ ആളുകളോട് വിശ്വാസികൾ പറയുന്ന വാചകം അള്ളാഹു തുടർന്ന് പറയുന്നുണ്ട്. വഖാലല്ലദീന ആമനു ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ. നിശ്ചയമായും യഥാർത്ഥ നഷ്ടക്കാർ എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിൽ തങ്ങളെ തന്നെയും തങ്ങളുടെ സ്വന്തക്കാരെയും നഷ്ടപ്പെടുത്തിയവരത്രേ. നോക്കൂ, നിങ്ങൾ ഭൗതിക ജീവിതത്തിൽ വിശ്വാസികളോട് നിങ്ങൾ വലിയ നഷ്ടക്കാരാണ്, വിഡ്ഢികളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് അവർ. അവരോട് വിശ്വാസികൾ തിരിച്ചു പറയുകയാണ്, യഥാർത്ഥത്തിലുള്ള നഷ്ടം എന്ന് പറയുന്നത് ഇന്ന് സ്വന്തം ബന്ധുക്കളെ നഷ്ടപ്പെട്ട ആളുകളാണ്, സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട ആളുകളാണ്, സമ്പാദ്യങ്ങളൊന്നും ഉപകരിക്കപ്പെടാതെ പോയ ആളുകളാണ്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം എന്ന് ഖുർആൻ പറഞ്ഞില്ല. സമ്പത്തും സന്താനങ്ങളും ഉപകരിക്കപ്പെടുകയില്ല എന്നതല്ല ആ വചനത്തിൻ്റെ ആശയം. മറിച്ച് വിശ്വാസികളായ ആളുകൾക്ക് മാത്രമാണ് സമ്പത്തും സന്താനങ്ങളും ഒക്കെ പരലോകത്ത് ഹൈറായിട്ട് ഭവിക്കുക എന്നുകൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യനിഷേധികൾക്ക് അതെല്ലാം തന്നെ സങ്കടത്തിൻ്റെ കാരണമായി മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, അലാ ഇന്നൽ ഫീ അദാബിൻ മുഖീം. നിശ്ചയമായും അക്രമികൾ ഇടമുറിയാതെ നിലനിൽക്കുന്ന ശിക്ഷയിലായിരിക്കും ഉണ്ടാവുക. നേരത്തെ സ്വർഗാവകാശികളായ ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ നരകത്തിൽ കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇടതടവില്ലാതെ നിരന്തരമായി ശിക്ഷയാണ് അവിടെ ലഭിക്കാനുള്ളത്. അപ്പം നരകാവകാശികൾ നരകത്തിൽ ശാശ്വതരായിരിക്കും, സ്വർഗാവകാശികൾ സ്വർഗത്തിലും ശാശ്വതരായിരിക്കും. അത്തരത്തിലുള്ള ഒരവസ്ഥയിലായിരിക്കും അവരെ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, അവിടെ വേദനയുടെ ആധിക്യം കൊണ്ട് അവർ പ്രയാസപ്പെടുന്ന സമയത്ത് ഫദൂഖു ഫലൻ നസീദക്കും ഇല്ല അദാബ, നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ മറ്റൊന്നും തന്നെ വർദ്ധിപ്പിച്ചു നൽകുന്നതല്ല എന്ന മറുപടിയാണ് അള്ളാഹു അവർക്ക് നൽകുന്നത്. തുടർന്ന് 46-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു അതിന് അടിവരയിട്ട് പറയുന്നു, വമാ കാന ലഹും മിൻ ഔലിയാ യൻസുറൂനഹും മിൻ ദൂനില്ലാഹ് വമൻ യുദ്ലില്ലാഹു ഫമാ ലഹു മിൻ സബീൽ. അള്ളാഹുവിന് പുറമെ അവരെ സഹായിക്കുന്ന രക്ഷാകർത്താക്കളൊന്നും അവർക്കുണ്ടായിരിക്കുകയില്ല. അങ്ങനെ ഉണ്ടായിത്തീരും എന്ന ധാരണയിലാണല്ലോ ഇവിടെ വെച്ച് അള്ളാഹുവിനെ ഒഴിവാക്കി അവർ മറ്റുള്ള ആളുകളെ വലിയകളായി സ്വീകരിച്ചത്. എന്നാൽ അവർക്കതുണ്ടാവുകയില്ല എന്ന് അള്ളാഹു മുൻകൂട്ടി പറയുകയാണ്. ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ ഇത് തന്നെ പോരെ. അള്ളാഹു യാതൊരാളെ വഴിപിഴവിലാക്കി അവന് യാതൊരു രക്ഷാമാർഗവും ഇല്ല എന്ന് വീണ്ടും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, കഴിഞ്ഞ കുറേ ആയത്തുകളിലായി അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലത്തിന് അർഹരാകുന്ന സജ്ജനങ്ങളുടെ ഗുണങ്ങൾ വിശദീകരിച്ചു. പിന്നീട് അക്രമികളുടെയും ദ്രോഹികളുടെയും ശിക്ഷാ നടപടികളെക്കുറിച്ചും പ്രസ്താവിച്ചു. സത്യോപദേശങ്ങളും മാർഗദർശനങ്ങളും വകവെക്കാതെ ദുർമാർഗത്തിൽ ആപതിക്കുന്നവരുടെ ഭാവിയും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമുദായത്തെ അവരുടെ രക്ഷാമാർഗത്തിലേക്ക് വിളിക്കുന്നു. അവർക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. രക്ഷയുടെയും മോക്ഷത്തിൻ്റെയും മാർഗം ഏതാണ് എന്ന് 47-ാമത്തെ വചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. ഇസ്തജീബു ലിറബ്ബികും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ്. മനുഷ്യരെ, സർവ്വ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഒരു ദിവസം വന്നെത്തു മുൻപായി നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന് ഉത്തരം ചെയ്യുവീൻ. ഈ പ്രവാചകന്മാരുടെ ഉത്ബോധനങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകുവീൻ. ആ പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റുവീൻ. വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുവീൻ. റബ്ബിലേക്ക് ആത്മാർത്ഥമായി നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുവീൻ. കാരണം ആ ദിവസം വന്നെത്തിക്കഴിഞ്ഞാൽ അതിന് അള്ളാഹുവിൽ നിന്ന് യാതൊരു തടവും ഉണ്ടായിരിക്കുകയില്ല. തടഞ്ഞു നിർത്തപ്പെടുന്ന ഒന്നായിരിക്കുകയില്ല. അതെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. വളരെ വേഗത്തിൽ അത് സംഭവിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കണ്ണ് പൂട്ടിത്തുറക്കുന്നതിന് മുൻപ് ഇമ വെട്ടുന്നതിനേക്കാളും വേഗതയിൽ സംഭവിക്കുന്ന ഒന്നാണ് അന്ത്യനാളെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അതിനെ തടുക്കാനോ അതിൽ നിന്ന് മാറിപ്പോകാനോ രക്ഷപ്പെടാനോ ഒരാൾക്കും തന്നെ സാധ്യമല്ല. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു സമയം എത്തിയിട്ട് ആലോചിക്കാം എന്ന് വിചാരിക്കേണ്ട. ആലോചിക്കാനോ ചിന്തിക്കാനോ നിങ്ങൾക്ക് സാധിക്കുന്നതിന് മുൻപ് അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ആ ദിവസം മാലക്കും മിൻ മുൽജിഇൻ യൗമഇദിൻ വമാലക്കും മിൻ നകീർ. അന്നത്തെ ദിവസം നിങ്ങൾക്ക് യാതൊരു അഭയസ്ഥാനവുമില്ല, നിങ്ങൾക്ക് യാതൊരു നിഷേധവും അന്നില്ല. അഥവാ ഞാനത് ചെയ്തിട്ടില്ല, പടച്ചോനെ
ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ രക്ഷപ്പെടുത്താമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുരക്ഷിതമായ താവളമുണ്ട്, അവിടെ പോയിരിക്കാം എന്നും നിങ്ങൾ കരുതേണ്ടതില്ല. അങ്ങനെയൊന്നും യാതൊരു രക്ഷാകേന്ദ്രവുമില്ലാത്ത ആ ഒരു ദിവസം വരാനുണ്ട് എന്ന ബോധത്തോടു കൂടി ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഈ വചനം ഓർമ്മപ്പെടുത്തുന്നു. തുടർന്ന് 48-ാം വചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. ഫഇൻ അഅറളു ഫമാ അർസൽനാക അലൈഹിം ഹഫീള. പ്രവാചകരെ, ഇനി അവർ താങ്കളെ അവഗണിച്ച് തിരിഞ്ഞു പോവുകയാണെങ്കിൽ അവർ അപ്രകാരം പ്രവർത്തിച്ചു കൊള്ളട്ടെ. കാരണം ഇൻ അലൈക ഇല്ലൽ ബലാഗ്, താങ്കളെ അവരുടെ മേൽ കാവൽക്കാരനായി നാം അയച്ചിട്ടില്ല. താങ്കളുടെ മേലുള്ള അവരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ അവഗണിച്ചുകൊണ്ട് ആരെങ്കിലും ഇസ്തിജാബത്ത് നൽകാതെ തിരിഞ്ഞു പോവുകയാണ് എങ്കിൽ അവരുടെ കാര്യത്തിൽ നാളെ അള്ളാഹുവിൻ്റെ മുൻപിൽ മറുപടി പറയേണ്ട ബാധ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കില്ല. കാരണം പ്രവാചകൻ അവരുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളല്ല, അവരുടെ പ്രവർത്തനങ്ങൾക്ക് മറുപടി പറയേണ്ടവനല്ല. മറിച്ച് അവർക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ബാധ്യത മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ എത്ര ആളുകൾ സ്വീകരിച്ചു, തിരസ്കരിച്ചു എന്നുള്ളത് പ്രബോധന പ്രവർത്തനങ്ങൾ വിജയം കൈവരിച്ചോ ഇല്ലേ എന്നുള്ളതിൻ്റെ മാനദണ്ഡമായി മതം പഠിപ്പിക്കുന്നില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എത്ര അനുയായികൾ ഉണ്ടായി എന്നുള്ളതല്ല. നാളെ പരലോകത്ത് വരുമ്പോൾ ഒരുപാട് അനുയായികളുള്ള നബിമാരെക്കുറിച്ചും പരാമർശമുണ്ട്. അനുയായികളെ ലഭിക്കാത്ത വളരെ തുച്ഛമായ അനുയായികളുള്ള നബിമാരെക്കുറിച്ചുമുള്ള പരാമർശങ്ങളും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് പ്രബോധന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിജയത്തിൻ്റെ മാനദണ്ഡമായി പരിഗണിക്കുന്നതല്ല. എത്ര ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തു, ആ സമൂഹത്തിലേക്ക് തബ്ലീഗ് റിസാലത്ത്, ഈ പ്രബോധന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണം നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് വിഷയമെന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ആവർത്തിച്ച് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ, അറിയിച്ചു തന്നിട്ടില്ലയോ എന്ന് ചോദിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി മനുഷ്യൻ്റെ നിലപാടുകളെക്കുറിച്ച് തുടർന്ന് അല്ലാഹു പറയാണ്, വ ഇന്നാ ഇദാ അദഖനൽ ഇൻസാന മിന്നാ റഹ്മതൻ ഫരിഹ ബിഹാ. ഇനി നാം നമ്മുടെ വകയായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഔദാര്യം എന്നുള്ള നിലക്ക് വല്ല കാരുണ്യവും വല്ല അനുഗ്രഹവും മനുഷ്യനെ ആസ്വദിപ്പിച്ചാൽ അവൻ അതുമൂലം ആഹ്ലാദിക്കുന്നവനായിരിക്കും, ഭയങ്കര സന്തോഷത്തിലായിരിക്കും അയാൾ ഉണ്ടാവുക. എന്നാലോ വഇൻ തുസിബും സയ്യിഅത്തുൻ ബിമാ ഖദ്ദമത് അയ്ദീഹിം ഫഇന്നൽ ഇൻസാന കഫൂറുൻ. ആ മനുഷ്യർക്ക് അവരുടെ കരങ്ങൾ മുൻ ചെയ്തു വെച്ചത് മൂലം വല്ല തിന്മയും ബാധിക്കുന്നുവെങ്കിലോ അപ്പോൾ മനുഷ്യൻ നിശ്ചയമായും നന്ദി കെട്ടവനായിരിക്കുകയും ചെയ്യും. അപ്പോൾ മനുഷ്യനുണ്ടാകുന്ന സകല നന്മകളും അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അതോ അള്ളാഹു ഔദാര്യമായി നൽകുന്നതാണ്. അവൻ അതിന് അർഹതയുള്ളത് കൊണ്ടല്ല, അത് അള്ളാഹുവിൻ്റെ നിഅമത്തായിട്ടാണ് അവൻ പരിഗണിക്കേണ്ടത്. എന്നാൽ മനുഷ്യനെ ബാധിക്കുന്ന തിന്മകൾ അഖിലവും അവൻ്റെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായിക്കൊണ്ടാണ്. ഒരുപക്ഷെ അവൻ്റെ വിശ്വാസ രംഗത്ത് അവൻ കാണിച്ചിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ അനന്തരഫലം, ഭൂമിയിൽ അവൻ കാണിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അനന്തരഫലം, സ്വന്തം കാര്യങ്ങളുടെ തീരുമാനങ്ങളുടെ വിഷയങ്ങളിൽ അവൻ കാണിച്ചിട്ടുള്ള അവിവേകത്തിൻ്റെ അനന്തരഫലം, ഇങ്ങനെ മനുഷ്യൻ്റെ ഇടപെടലുകൾ മൂലമാണ് അവന് ദോഷങ്ങളും പ്രയാസങ്ങളും ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളെ അള്ളാഹു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് തന്നെ ചേർത്ത് വെക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ സ്വന്തം പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമായി പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അവൻ അള്ളാഹുവിനോട് നന്ദി കെട്ടവനായി മാറുന്നതാണ് നാം കാണുന്നത്. അങ്ങനെയുള്ള നന്ദികേടിൻ്റെ ആളുകളായി മാറാൻ വിശ്വാസികൾ പാടില്ല. ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദുൻ എന്ന വചനം കൂടി നാം ഇതിലേക്ക് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ ആ നന്ദി കെട്ട ആളുകളിലല്ല നാം ഉണ്ടാകേണ്ടത്, മറിച്ച് വിശ്വാസികൾ ഷാക്കിറായ നന്ദി കാണിക്കുന്ന ആളുകളിലാണ് ഉൾപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. 49-50 വചനങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിലൊന്നായ അലങ്കാരങ്ങളിലൊന്നായ മക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായി കാണാൻ സാധിക്കും. 49-ാം വചനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുക്കൂർ. അള്ളാഹുവിനാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധിപത്യം. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അപ്പോൾ സൃഷ്ടിപ്പിൽ മറ്റാരുടെയെങ്കിലും ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ പരിഗണിച്ചുകൊണ്ട് നിർവഹിക്കുക എന്നത് അള്ളാഹുവിൻ്റെ മുൻപിലില്ല. അള്ളാഹുവിനത് പരിഗണിക്കേണ്ട ആവശ്യവുമില്ല.
അള്ളാഹു ഉദ്ദേശിച്ചത് അവൻ സൃഷ്ടിക്കുന്നു, അവൻ ഉദ്ദേശിച്ച രീതിയിൽ. അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ പ്രദാനം ചെയ്യുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺമക്കളെയും പ്രദാനം ചെയ്യുന്നു. അപ്പോൾ രണ്ടിൻ്റെയും തീരുമാനം അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ദമ്പതികൾക്ക്, മാതാപിതാക്കൾക്ക് അതിൽ കാര്യമായി ഒന്നും നിർവഹിക്കാനില്ല എന്നുള്ളതാണ് ദീന് നമ്മെ പഠിപ്പിക്കുന്നത്. ആധുനിക സയൻസ് ശാസ്ത്രവും ഇന്നത് ശരിവെക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അടുത്ത വചനത്തിൽ അല്ലാഹു പറയുന്നു, ഔ യുസവ്വിജുഹും ദുക്റാനൻ വ ഇനാസ, അല്ലെങ്കിൽ അവർക്ക്, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഇടകലർത്തി കൊടുക്കുന്നു. വ യജ്അലു മൻ യശാഉ അഖീമ, ഇനി അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വന്ധ്യരാക്കുകയും ചെയ്യുന്നു, മക്കളില്ലാത്ത ഒരു സാഹചര്യം അവർക്കുണ്ടാവുകയും ചെയ്യുന്നു. ഇന്നഹു അലീമുൻ ഖദീർ, നിശ്ചയമായി അവൻ സർവജ്ഞനും സർവശക്തനുമാകുന്നു. അങ്ങനെയുള്ള ഒരു അള്ളാഹു, ആ അള്ളാഹുവിലേക്കാണ് നമുക്ക് സന്താനങ്ങൾ ജനിക്കാതെ അങ്ങേയറ്റം വ്യസനത്തിലും നിരാശയിലും കഴിഞ്ഞു കൂടുന്ന ആളുകൾ പ്രാർത്ഥിക്കേണ്ടത്. കാരണം അള്ളാഹുവാണ് മക്കളെ തീരുമാനിക്കുന്നത്. ചില ആളുകൾക്ക് ധാരാളം ആൺകുട്ടികളുണ്ട്, അവർക്ക് ഒരു പെൺകുട്ടികളെ കിട്ടാൻ ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹത്തിന് വേണ്ടി ജാറങ്ങളും ദർഗകളും മക്ബറകളും കയറി ഇറങ്ങുക, മന്ത്രചൂതി കെട്ടുക, അതിനു വേണ്ടിയിട്ട് പ്രത്യേക നേർച്ചകളും പൂജകളും വഴിപാടുകളും നടത്തുക എന്നൊന്നും വിശ്വാസികൾ നിർവഹിക്കാൻ പാടില്ല. കാരണം ആൺകുട്ടികളെ നൽകുന്നത്, പെൺകുട്ടികളെ നൽകുന്നത്, ഇടകലർത്തി നൽകുന്നത് എല്ലാം അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മക്കളില്ലാത്തതിൻ്റെ പേരിൽ ത്വലാഖ് ചെയ്യപ്പെടുന്ന പെൺകുട്ടികളുണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് മാത്രം ജന്മം കൊടുത്തു എന്നതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന എത്രയോ സഹോദരിമാരുണ്ട്. ഇതൊന്നും ഇസ്ലാമികമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല സഹോദരിമാർക്ക് ഇതിൽ യാതൊരു റോളുമില്ല എന്ന് തിരിച്ചറിയാൻ ഭർത്താവിൻ്റെ ബന്ധുക്കളും കുടുംബക്കാരുമൊക്കെ തയ്യാറാകണം. ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ച് ആണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തേടുക. ഇനി ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സ്വാലിഹീങ്ങളായ മക്കളെ ഉണ്ടാക്കി തരണമേ, ആ മക്കളെ നൽകണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ വേണ്ടത്. അതാണ് നാളെ പരലോകത്ത് നമുക്ക് ഉപകരിക്കപ്പെടുന്നത് എന്ന് നാം തിരിച്ചറിയണം. അള്ളാഹു സർവജ്ഞനും സർവശക്തനുമാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. നമുക്ക് ഏതാണ് ഹൈറ് എന്നറിയുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ എനിക്ക് പെൺകുട്ടികളാണ് ഹൈറെങ്കിൽ അള്ളാഹു എനിക്ക് പെൺകുട്ടികളെ നൽകും, എനിക്ക് ആൺകുട്ടികളാണ് ഹൈറെങ്കിൽ അള്ളാഹു എനിക്കത് നൽകും. ഇടകലർത്തി നൽകാനാണ് നല്ലതെങ്കിൽ എൻ്റെ റബ്ബ് എനിക്ക് പ്രദാനം ചെയ്യും എന്നുള്ള നിലക്ക് അതിനെ ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സ് നമുക്കുണ്ടാകണം. അതാണ് വിശ്വാസികൾക്കുണ്ടായിത്തീരേണ്ടത്. തുടർന്ന് 51-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വമാ കാന ലി ബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹിയൻ, യാതൊരു മനുഷ്യനോടും തന്നെ അള്ളാഹു സംസാരിക്കലുണ്ടാകുന്നതല്ല ബോധനം നൽകുകയോ, ഔ മിൻ വറാഇ ഹിജാബിൻ, ഒരു മറയുടെ അപ്പുറത്ത് നിന്നോ, ഔ യുർസില റസൂലൻ, അല്ലെങ്കിൽ ഒരു ദൂതനെ അയക്കുകയും, ഫയൂഹിയ ബി ഇദ്നിഹി മാ യശാ, അദ്ദേഹം അവൻ്റെ അനുവാദപ്രകാരം അവൻ ഉദ്ദേശിക്കുന്നത് ബോധനം നൽകുകയോ അല്ലാതെ. ഇന്നഹു അലിയുൻ ഹക്കീം, നിശ്ചയമായും അവൻ ഉന്നതനാണ്, അഗാധജ്ഞനാണ്. വഹി എന്ന വാക്ക് ഭാഷയിൽ വേഗം സൂചന നൽകുക, പതുക്കെ സംസാരിക്കുക, തോന്നിപ്പിക്കുക, സ്വകാര്യമായി അറിയിക്കുക എന്നീ അർത്ഥതലങ്ങളെല്ലാം ഉപയോഗിക്കാറുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ പ്രവാചകന്മാരുമായി ചേർത്ത് മാത്രമല്ല ഈ ഒരു പദം പ്രയോഗിച്ചിട്ടുള്ളത്. തേനീച്ചയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ ഈ പദം പ്രയോഗിച്ചതായി കാണാൻ സാധിക്കും. വഅൗഹാ റബ്ബുക ഇലൻ നഹ്ലി, തേനീച്ചക്ക് നിന്റെ റബ്ബ് വഹി നൽകി എന്ന്. അതുപോലെ വഅൗഹാ ലഹ, ഭൂമിക്ക് വഹി കൊടുത്തു എന്നുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെയൊക്കെ പ്രവാചകന്മാർക്ക് നൽകുന്നത് പോലെയുള്ള വഹിയല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടത്, മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള കൃത്യമായ ഗൈഡൻസ് ആണ് അവർക്ക് അള്ളാഹു നൽകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിൽ നിന്ന് ദിവ്യ സന്ദേശങ്ങൾ, വഹി മനുഷ്യർക്ക് ലഭിക്കുന്നത് ഏത് പ്രകാരത്തിലായിരിക്കുമെന്ന് അള്ളാഹു ഈ വചനം മുഖേന നമ്മെ അറിയിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, വഹി ഇങ്ങനെയാണ് ലഭിക്കുന്നത്. അത് ഒരു ബോധനമായിട്ട്, അഥവാ മനസ്സിൽ വെളിപാടുണ്ടായും സ്വപ്നം വഴിയും ഇത് സംഭവിക്കുന്നു. എൻ്റെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുക, വൽഖ ഫി റൂഹി, എൻ്റെ മനസ്സിൽ ഇട്ട് തന്നു. അതുപോലെ തന്നെ നഫസ ഫി റൂഹി, എൻ്റെ മനസ്സിൽ ഊതി എന്നും. അതുപോലെ തന്നെ റഅയ്തു ഫിൽ മനാം, ഞാൻ ഉറക്കത്തിൽ കണ്ടു, അല്ലെങ്കിൽ ഉറക്കത്തിൽ എനിക്ക് കാണിക്കപ്പെട്ടു എന്ന് പറയുന്നത് പോലെയുള്ള പ്രവാചകന്മാരുടെ സംസാരങ്ങളും പ്രയോഗങ്ങളുമൊക്കെ ഇതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഇന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണയായി ഇൽഹാം അഥവാ തോന്നിപ്പിക്കൽ എന്ന് പറയപ്പെടുന്നത് ഈ ഇനത്തിലുള്ള വഹീനെ കുറിച്ചാകുന്നു.
ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ പുത്രനെ അറുക്കുവാനുള്ള സ്വപ്നം കണ്ടതും പ്രവാചകത്തിൻ്റെ ആരംഭത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ച സ്വപ്നങ്ങളും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പെട്ടിയിലാക്കി നദിയിൽ ഇട്ടേക്കുവാൻ അദ്ദേഹത്തിൻ്റെ മാതാവിന് വഹി നൽകിയതും ഉൾപ്പെടെ ഈ ഒരു ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. ഹദീസുകളിൽ ഇതിന് ധാരാളം വേറെയും ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ഇൽഹാമും അഥവാ സ്വപ്നവും നബിമാരല്ലാത്തവരുടേതിൽ നിന്നും വ്യത്യാസമുണ്ട്. നബിമാരുടേതെല്ലാം തികച്ചും യാഥാർത്ഥ്യങ്ങളായിരിക്കും. അവർക്ക് അത് മുഖേന ലഭിക്കുന്ന അറിവ് യാതൊരുവിധ സംശയത്തിനോ ചാഞ്ചല്യത്തിനോ ഇടയില്ലാത്ത വിധം യാഥാർത്ഥ്യവും സുദൃഢവുമായിരിക്കും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അനന്ത് പ്രവാചകത്തിൻ്റെ വഹിയിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ മതപരമായി കർമ്മങ്ങളും വിശ്വാസങ്ങളുമായൊക്കെ രൂപപ്പെടുകയും ചെയ്യും. കാരണം അത് വഹിയാണല്ലോ, അത് നിസ്സാരവൽക്കരിക്കാൻ പാടില്ലാത്തതാകും. രണ്ടാമത്തെ കാര്യം ആയത്തിൽ അല്ലാഹു പറയുന്നത് ഒരു മറയുടെ പിന്നിൽ നിന്ന് സംസാരമായിക്കൊണ്ടും മിൻ വറാഇ ഹിജാബിൻ എന്ന് പറയുന്നത്. ഉദാഹരണമായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സംസാരിച്ചു. വകല്ലമല്ലാഹു മൂസ, തെക്ലീമ എന്ന് പറഞ്ഞത് ഇതിൽപ്പെട്ടതാണ്. സംസാരിക്കുന്ന ആളെ കാണാതെ സംസാരം മാത്രം കേൾക്കലാണിത്. പരിശുദ്ധ ഖുർആൻ നാം പരിശോധിക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് മാത്രമാണ് ഇതുപോലെ ഒരു അനുഗ്രഹം ലഭിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റാർക്കെങ്കിലും ലഭിച്ചതായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ നിന്നോ പ്രവാചക അധ്യാപനങ്ങളിൽ നിന്നോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അല്ലാഹു അഅലം. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ കാണുന്നില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. മൂന്നാമതായി കൊണ്ട് പറയുന്നത് ഒരു ദൂതനെ അഥവാ ഒരു മലക്കിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുകയാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചിരുന്ന വഹിയിൽ ഭൂരിഭാഗവും ഇപ്രകാരമായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെയും ഒക്കെ അടുക്കൽ മലക്കുകൾ ചെന്ന് വർത്തമാനം അറിയിച്ചതും ഈ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മലക്കുകളുടെ വരവ് ചിലപ്പോൾ മനുഷ്യരൂപത്തിൽ ആയെന്നും വരാവുന്നതാണ്. മലക്കുകൾ മുഖേന വഹി ലഭിക്കുന്നതിനെക്കുറിച്ച് സൂറത്തുൽ ശുഅറയിൽ വളരെ വിശദമായി പരാമർശിച്ചത് നാം കൃത്യമായി വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ മൂന്ന് രീതികളെയും മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വരുന്ന ഒരു അടിസ്ഥാനപരമായ കാര്യം, ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇനങ്ങളിൽ അള്ളാഹുവിൻ്റെ ബോധനം നൽകപ്പെടുന്ന ആളുകൾക്കിടയിൽ ഒരു മൂന്നാമതൊരാളെ മധ്യസ്ഥനായി സ്വീകരിച്ചിട്ടില്ല. അള്ളാഹുവും ആ വ്യക്തിയും തമ്മിലാണ്. എന്നാൽ മൂന്നാമത്തതിൽ ഒരു മലക്ക് മുഖാന്തരമാണ് അള്ളാഹു ബോധനം നൽകുന്നത്. ഇങ്ങനെ വഹി നൽകാൻ വേണ്ടിയിട്ട്, ബോധനം നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹു തിരഞ്ഞെടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റ് ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയുകയില്ല. മറിച്ച് പലപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആൻ വഹിയായി നൽകിയിട്ടുള്ളത് ജിബ്രീൽ അലൈഹിസ്സലാം ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുക എന്നത് മാത്രമാണ് മലക്കുകൾ നിർവഹിക്കുന്നത്. അവർ ആ ഒരു സന്ദേശത്തിൽ എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുകയില്ല. അവർക്കതിന് സാധ്യവുമല്ല, അവരത് പ്രകാരം നിർവഹിക്കുന്ന ആളുകളുമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ പലപ്പോഴും ഷിയാക്കളൊക്കെ വാദിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ല വഹി ലഭിക്കേണ്ടിരുന്നത്, അത് അലി റളിയല്ലാഹു അൻഹുവിനാണ്, ജിബ്രീലിന് മാറിപ്പോയതാണ് എന്ന് വരെ വിശ്വസിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള യാതൊരു അബദ്ധവും സംഭവിക്കാനോ ബാഹ്യ ഇടപെടലുകൾക്ക് ഇടപെടാനോ ഒരു പിശാചിനെ പോലും അവരെ സ്വാധീനിക്കാനോ സാധിക്കുകയില്ല. അതെല്ലാം അള്ളാഹുവിൻ്റെ പരിപൂർണമായ സംരക്ഷണത്തിലാണ് ആ വഹിയും കാര്യങ്ങളുമെല്ലാം മുന്നോട്ട് പോകുന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം അള്ളാഹു ഇന്നു അലിയുൻ ഹക്കീമുൻ, അള്ളാഹു അവൻ ഉന്നതനാണ്, അഗാധജ്ഞനാണ് എന്ന് അള്ളാഹു അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. 52-ാം വചനത്തിലൂടെ അള്ളാഹു പറയും, വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംറിനാ, അപ്രകാരം തന്നെ നമ്മുടെ കൽപ്പനയാൽ നിനക്കൊരു മഹത്തായ ആത്മാവിനെ നാം വഹി നൽകിയിരിക്കുന്നു. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റൂഹ് എന്ന് പ്രയോഗിച്ചത് പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ് എന്ന് തുടർ വചനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. മനുഷ്യൻ്റെ ശരീരം ജീവിക്കാൻ ആത്മാവ് എന്നതുപോലെ ആത്മാവിൻ്റെ ജീവനായിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന മഹത്തായ വേദഗ്രന്ഥം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ജീവൻ അഥവാ ആത്മാവ് എന്ന് അതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അള്ളാഹു അപ്രകാരം തന്നെ വിശേഷിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ആത്മാവിനെ സ്വീകരിച്ചവനാണ് തൻ്റെ ഇരുലോക വിജയത്തിലും ജീവിതം കൈവരിച്ചവൻ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിനെ നിഷേധിക്കുക എന്നുള്ളത്
സ്വന്തം ജീവനെ നിഷേധിക്കലാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു, മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ. പ്രവാചകരെ, താങ്കൾക്ക് കിതാബ് അഥവാ ഈ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആനാകട്ടെ, ഈമാൻ സത്യവിശ്വാസമാകട്ടെ എന്താണെന്ന് പോലും അറിയുമായിരുന്നില്ല. പ്രവാചകന് ഇതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നില്ല. ഒരിക്കലും തന്നെ പ്രവാചകത്വം എന്നുള്ളത് സ്വന്തം പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമായിക്കൊണ്ടോ തേടിയോ അന്വേഷിച്ചോ കണ്ടെത്താവുന്ന ഒരു കാര്യമല്ല. മറിച്ച് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുന്ന അവൻ്റെ ദൂതന്മാർക്ക് അള്ളാഹു നൽകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സത്യം തേടിയുള്ള യാത്രയിലായിരുന്നുവെന്നും അവസാനം അത് കണ്ടെത്തി എന്നൊക്കെ പറയുന്ന പ്രസ്താവനകൾ, ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം തന്നെ ഖുർആനിൻ്റെ പ്രസ്താവനകൾക്ക് ഘടകവിരുദ്ധമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഗതി ലഭിച്ചതുപോലെ ആയിരുന്നില്ല ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ. അപ്രതീക്ഷിതമായത് സംഭവിച്ചതിൻ്റെ ആഘാതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് പ്രത്യക്ഷപ്പെട്ടതായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം വാദങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വേദഗ്രന്ഥത്തെക്കുറിച്ചോ ഈമാനിനെക്കുറിച്ചോ പ്രവാചകൻ ധാരണയുണ്ടായിരുന്നില്ല. എഴുത്തും വായനയും അറിയുന്ന ആളായിരുന്നില്ല പ്രവാചകൻ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഉമ്മിയായ മുൻ വേദഗ്രന്ഥങ്ങളെക്കുറിച്ചൊരു ധാരണ പോലും ഇല്ലാതിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഇറക്കി നൽകിയിട്ടുള്ളത്. ആ പരിശുദ്ധ ഖുർആൻ എന്തിനാണ് അള്ളാഹു നൽകിയത്? വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിന. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എങ്കിലും അതിനെ നാം ഒരു പ്രകാശമാക്കിയിരിക്കുന്നു. അതുമൂലം നമ്മുടെ അടിയാന്മാരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം മാർഗദർശനം നൽകുന്നതാണ്. അപ്പോൾ ആളുകളുടെ അന്ധകാരങ്ങളിൽ നിന്നും അവർക്കുള്ള നൂറാണ്, പ്രകാശമായിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ കടന്നു വരുന്നത്. നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിന. ആ ഖുർആനിനെ പിൻപറ്റുന്ന ആളുകൾക്ക് അത് മുഖേന ഹിദായത്തിൻ്റെ മാർഗം അള്ളാഹു തുറന്നു കൊടുക്കുന്നു. വ ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. നിശ്ചയമായും നീയും തന്നെ നേരായ ചൊവ്വായ പാതയിലേക്ക് മാർഗദർശനം നൽകുന്നു. അപ്പോൾ പ്രവാചകത്വത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സമൂഹത്തെ നേർവഴിയിലേക്ക് മാർഗം കാണിക്കുക എന്നുള്ളതാണ്. ആ ദൗത്യമാണ് പ്രവാചകന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ മാർഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിന്തയുടെയോ അനന്തരഫലമായി ഉൾക്കൊണ്ടിട്ടുള്ള മാർഗമല്ല അതെന്ന് പറഞ്ഞാൽ, മറിച്ച് സിറാത്തില്ലാഹി ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് അലാ ഇലല്ലാഹി തസീറുൽ ഉമൂർ. 53-ാമത്തെ വചനത്തിൽ ഇപ്രകാരമാണ് അള്ളാഹു പറയുന്നത്. അതായത് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും യാതൊരുവനുള്ളതാണോ ആ അള്ളാഹുവിൻ്റെ പാതയിലേക്ക് നിങ്ങൾ അറിയണം. അള്ളാഹുവിലേക്ക് എത്ര കാര്യങ്ങൾ പരിണമിക്കുന്നത്, മടങ്ങുന്നത് അള്ളാഹുവിലേക്കാണ്. ആ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കാണ് ആളുകളെ ക്ഷണിക്കുന്നത്. ആ അള്ളാഹുവിൻ്റെ മാർഗമാണ് ശരിയായ മാർഗം. അതാണ് പരിശുദ്ധ ഖുർആനിനെ കൊണ്ട്, വേദഗ്രന്ഥങ്ങളെ കൊണ്ട് വിശ്വാസികൾ അനുധാവനം ചെയ്ത് എത്തിച്ചേരേണ്ട പാത എന്നുള്ളത്. അതാണ് മോക്ഷത്തിൻ്റെ മാർഗം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ നാം അടിവരയിട്ട് പ്രത്യേകം ഓർക്കേണ്ട കാര്യം, ഒരിക്കലും തന്നെ പ്രവാചകന്മാർക്ക് വഹി ലഭിക്കുന്നത് അവരുടെ പ്രയത്നത്തിൻ്റെയോ അധ്വാനത്തിൻ്റെയോ അനന്തരഫലമായി കൊണ്ടല്ല, മറിച്ച് അത് അള്ളാഹുവിൻ്റെ മഹത്ത അനുഗ്രഹം എന്നുള്ള നിലയ്ക്കാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ലഭിച്ച വഹിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും അള്ളാഹു അടിവരയിട്ട് പറയുന്നത് മൂസാ നബി ആഗ്രഹിച്ച് കിട്ടിയതല്ല. ഒരു കൊലപാതക കേസിൽ ഉൾപ്പെട്ട് നാട് വിടേണ്ടി വന്നു, പിന്നീട് ഇടയനായി ജീവിക്കുന്നു, അതിനുശേഷം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. വഴിമധ്യേ തീ അന്വേഷിച്ചുകൊണ്ട് തണുപ്പിന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ വഴി കാണിക്കാനെല്ലാം വേണ്ടി ഒരു വെളിച്ചം എന്നുള്ള നിലക്ക് തീ കണ്ട സ്ഥലത്തേക്ക് പോവുകയും അവിടെ വെച്ച് അള്ളാഹു അദ്ദേഹത്തോട് സംസാരിക്കുകയും പ്രവാചകനായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം തന്നെ ആകസ്മികമായി സംഭവിക്കുന്നതാണ് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരാൾക്കൊരിക്കലും തന്നെ തപസ് ചെയ്തോ പ്രാർത്ഥനയിലൂടെയോ ആരാധനയിലൂടെയോ നേടിയെടുക്കാവുന്ന പദവിയല്ല നുബൂവത്ത്, റിസാലത്ത് എന്ന് നാം തിരിച്ചറിയുക. സൂറത്തുൽ ഖസസിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമാ കുൻത തർജു, പ്രവാചകരെ താങ്കൾ ഈ വേദഗ്രന്ഥം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അഥവാ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ നിന്റെ റബ്ബിങ്കിൽ നിന്നുള്ള കാരുണ്യമായിക്കൊണ്ടത്രേ താങ്കൾക്കത് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താങ്കൾ അവിശ്വാസികൾക്ക് പിന്തുണ നൽകുന്നവരായിരിക്കരുത് എന്ന് വഹിയെക്കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ട് ആരംഭിച്ച ഈ അധ്യായം അതിൻ്റെ വിവരണത്തോടു കൂടി തന്നെ സമാപിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ ശരിയായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നാം പ്രത്യേകം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വാലിഹായ സൽക്രമം സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.